രാഹുൽ ഈശ്വർ രാവിലെ മറ്റേ അദ്ദേഹത്തിന്റെ സ്ഥിരം മുഖമുദ്രയായ തംസപ്പൊക്കെ കാണിച്ച് കോൺഗ്രസ് ദ വേൾഡ് വിത്ത് ലവ് എന്ന് പറഞ്ഞില്ല എന്നുള്ളേ ഉള്ളൂ. കോടതിയിലേക്ക് പോയ ബോബി ചെമ്മണ്ണൂർ ഇടയ്ക്ക് തളർച്ച ഉണ്ടാകുന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഈ പറഞ്ഞ ആരോഗ്യാവസ്ഥ ആർക്കും ഉണ്ടാകും. പക്ഷേ ആശുപത്രിയിൽ പോയപ്പോൾ പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നമൊന്നുമില്ല, ജയിലിലേക്ക് പോവുകയാണ്. ആ ജയിലിലേക്ക് പോക്ക് ഒരു പാഠമാവണ്ടേ ബോബി ചെമ്മണ്ണൂരിനടക്കം അത്തരക്കാർക്ക്? അത് തിരുത്താനുള്ള ഒരു ജയിൽവാസകാലമാവട്ടെ എന്ന് രാഹുലും ആശംസിക്കുന്നുണ്ടോ? ബോബി ചെമ്മണ്ണൂരിനെ ഒരാളെങ്കിലും ന്യായീകരിക്കുന്നത് ഹാഷ്മി കേട്ടിരുന്നോ? ഒരാളെങ്കിലും ബോബി ചെമ്മണ്ണൂരിനെ ന്യായീകരിക്കുന്നത് അങ്ങ് കേട്ടിരുന്നോ? ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് ശരിയല്ല, ബോബി ചെമ്മണ്ണൂർ മാപ്പ് പറയണം, ഹണി റോസ മാപ്പ് സ്വീകരിക്കണമെന്നാണ് ഞാൻ അടക്കമുള്ളവർ സൂചിപ്പിച്ച നിലപാട്. അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തു നിന്ന് ആ ദ്വയാർത്ഥ പ്രയോഗം ശരിയല്ല. BNS-ന്റെ 75 സെക്ഷൻ 4 ഉപവകുപ്പ് പ്രകാരം അദ്ദേഹത്തിനെ കേസിൽ കുടുക്കി ഇനി 1 വർഷമോ 3 വർഷമോ ജയിലിൽ ഇടണ്ട എന്നൊരു അഭിപ്രായമുണ്ട്. അവിടെയാണ് ഹണി റോസ് അടക്കം. ഇന്ന് ഹണി റോസ് വ്യക്തിപരമായി എനിക്കിതിനെ പരാമർശം നടത്തിയിട്ടുണ്ട്. ഹണി റോസിനോടുള്ള സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമുള്ള അഭ്യർത്ഥന, ആ മാപ്പ് സ്വീകരിക്കണം. ഇനി അദ്ദേഹം മാപ്പ് പറയുമെന്ന് അറിയില്ല, കോടതിയുടെ പരിധിയിൽ വന്നതുകൊണ്ട്. ഇത് ഒരു സോഷ്യൽ റോങ് ആണ്, ലീഗൽ ക്രൈം അല്ല. ഇതൊരു സോഷ്യൽ റോങ് ആണ്, ലീഗൽ ക്രൈം അല്ല എന്നൊരു തിരിച്ചറിവിൽ നമുക്ക് പോകണം. സമാനമായ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ സിനിമയിലും പൊതുസമൂഹത്തിലുമുണ്ട്, എല്ലാം ഒഴിവാക്കണം. ലാലേട്ടന്റെ മോൺസ്റ്ററിലും ഹണി റോസിനോട് തന്നെ, ട്രിവാൻഡ്രം ലോഡ്ജിൽ ശ്രീ ജയസൂര്യ ഹണി റോസിനോട് തന്നെ ഒക്കെ ഇത്തരം പരാമർശങ്ങൾ പറയുന്നുണ്ട്. എല്ലാം അവോയ്ഡ് ചെയ്യപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. പക്ഷേ അതിന്റെ താങ്കളെ പോലെയുള്ളവർ ബോച്ചെ അനുകൂലിക്കുന്നില്ല, അല്ലെങ്കിൽ ബോച്ചയ്ക്ക് അനുകൂലം ആരെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞൊരു അപകടം. ബോച്ച ചെയ്തത് കുറ്റമാണ് എന്ന് പറയുകയും ഹണി റോസ് ഇടുന്ന വസ്ത്രം തെറ്റാണ്, അങ്ങനെ വസ്ത്രം ഇട്ടാൽ ബോച്ചയ്ക്ക് അങ്ങനെ പറയാൻ തോന്നും എന്ന് പറയുന്ന പേരാണ് ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം കുതിക്കുകയും ചെയ്യുക എന്ന ഇരട്ടത്താപ്പ്. അതല്ലേ താങ്കൾ അടക്കമുള്ളവർ ഇപ്പോഴും ചെയ്യുന്നത്? ശ്രീ ഹാഷ്മി, ഞാൻ പറഞ്ഞത് ബോച്ചെ ചെയ്തത് തെറ്റാണ്, ഹണി റോസ് കുറെ കൂടെ മിതത്വം പാലിക്കണം. ഇതൊന്ന് പറഞ്ഞാൽ ആകാശം ഇടിഞ്ഞു വീഴുവോ? അതായത് ശ്രീ ഹാഷ്മിയോടക്കം ഒരു വരി ഹാഷ്മി ശ്രദ്ധിക്കണം. ഹാഷ്മിയും ഞാനും തമ്മിലുള്ള ഇന്നലത്തെ സംവാദമായിരുന്നു യൂട്യൂബിൽ ഇന്ത്യയിൽ നമ്പർ 1 ആയി ട്രെൻഡ് ചെയ്തത്. അതിന്റെ താഴെ വന്ന ആയിരക്കണക്കിന് കമന്റ് എടുത്തു നോക്കൂ. 99% ആൾക്കാരും രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുകയും ഹണി റോസിനെ എതിർക്കുകയും ചെയ്യുകയാണ്. ഇത് ബോച്ചെ പറഞ്ഞ കാര്യത്തോടുള്ള യോജിപ്പുള്ളത് കൊണ്ടല്ല, ബോച്ചെ പറഞ്ഞ കാര്യം ആരും ശരിയാണെന്ന് മിതത്വം കാണിക്കണമെന്ന് പറയുന്നത് ആകാശം ഇടിഞ്ഞു വീഴുമെന്നൊന്നും കരുതണ്ട. ഞാൻ നേരത്തെ പറഞ്ഞു ആ മനോഭാവക്കാർ ഒരുപാടുണ്ടെന്നേ. അതുകൊണ്ട് താങ്കൾ പറയുന്ന നിയമവിരുദ്ധമായ കാര്യത്തിന് പച്ചക്കൊടി എന്ന് കരുതല്ലേ രാഹുൽ ഈശ്വർ? ഹണി റോസ് ഈ രാജ്യത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഹണി റോസ് അവരുടെ ഒരു വ്യക്തി എന്ത് വസ്ത്രം ധരിക്കണമെന്നുള്ള കാര്യം അവരുടെ മാത്രം പൂർണ്ണമായ അവകാശമാണ്, അധികാരമാണ്. രാഹുൽ ഈശ്വർ ആവട്ടെ, ഷാബു പ്രസാദ് ആവട്ടെ, സായി കൃഷ്ണയാവട്ടെ, ഞാനാവട്ടെ, അതിൽ കയറി അഭിപ്രായം പറയാൻ നമുക്കൊന്നും ഒരു കാര്യവുമില്ല. പ്രത്യേകിച്ച് അധിക്ഷേപിച്ച് പറയാൻ ആർക്കും ഒരു അവകാശവും ഇല്ല. ഇപ്പോഴും താങ്കൾ ആ നിലപാട് ഉറച്ചു നിൽക്കുന്നത് ശരിയാണോ? ഒരു നിയമം പിടിച്ചു രാഹുൽ ഈശ്വർ ആർട്ടിക്കിൾ 19 ഇതിന് നമ്മുടെ അധികാരം തരുന്നത്. അല്ല ഹാഷ്മി, ഒരു വരി മാത്രം. ആർട്ടിക്കിൾ 19 നമുക്ക് ഇത്തരത്തിലുള്ള ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ അധികാരം തരുന്നത്. അതിന്റെ പരിധിയായി ഡീസൻസി ആൻഡ് മൊറാലിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഡീസൻസി എന്ന് പറയുന്നത് മാന്യതയും മര്യാദയുമാണ്. ആ മാന്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കരുത്. അത് അമല പോൾ ആണെങ്കിലും, രാഹുൽ ഈശ്വർ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ഹണി റോസ് ആണെങ്കിലും, അല്ലെങ്കിൽ ദിവ്യപ്രഭ ആണെങ്കിലും, അല്ലെങ്കിൽ ബോച്ചെ ആണെങ്കിലും, അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന ആരാണെങ്കിലും. അപ്പൊ ഈ മാന്യത വേണം, ഡീസൻസി വേണം. നമ്മുടെ ഭരണഘടനയിൽ എഴുതി വെച്ച കാര്യം ആർട്ടിക്കിൾ 19 ലിമിറ്റ് താങ്കൾ ആ പറയുന്ന ലിമിറ്റിൽ 19 പറയുന്ന ഡീസൻസിക്കും മൊറാലിറ്റിക്കും താഴെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് താഴെ പറയുന്ന ഡിഫമേഷൻ താങ്കൾ കാണാതെ പോകുന്നു. താങ്കൾ സെലക്റ്റീവായി കാണുകയാണ്. ഡിഫമേഷൻ പറ്റത്തില്ല. രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിഫമേഷൻ അല്ലേ? രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഡിഫമേഷൻ അല്ലേ? രാഹുൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഹണി റോസിനെതിരെ ഡിഫമേഷൻ അല്ലേ? ഹണി റോസിന്റെ ഡ്രസ് കോഡ് ശരിയല്ല, ഹണി റോസ് വസ്ത്രം ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഹണി റോസിന്റെ സ്വകാര്യതയിലേക്ക് കടന്നുകയറ്റമാണ്. ഹണി റോസിന് കേസ് കൊടുത്ത രാഹുൽ തോന്നും. അല്ല സാർ, ട്രൂത്ത് ഈസ് എ ഡിഫൻസ് ടു ഡിഫമേഷൻ. ട്രൂത്ത് എന്ന് പറയുന്നത് ഈസ് എ ഡിഫൻസ് ടു ഡിഫമേഷൻ. ലീഗലി ഞങ്ങൾ പഠിക്കുന്നതാണ്. അതായത് ഡിഫമേഷന് എതിരെയുള്ള ഒരു ഡിഫൻസ് ആണ്. ഞാൻ പറയുന്ന സത്യമാണ്. ഇനി സത്യമല്ലെന്ന് പറഞ്ഞാൽ ഹാഷ്മിയുടെ താഴെയുള്ള കമന്റുകൾ നോക്കുക. താങ്കൾക്ക് ഇഷ്ടമല്ല ഹണി റോസിന്റെ വസ്ത്രം, എനിക്ക് ഇഷ്ടമല്ല ഹണി റോസിന്റെ വസ്ത്രം, എനിക്ക് ഇഷ്ടമല്ല എന്ന് ഹണി റോസിന്റെ വസ്ത്രം എനിക്ക് ഇഷ്ടമല്ല എന്ന് രാഹുൽ പറയാം. ഹണി റോസിന്റെ വസ്ത്രം എനിക്ക് ഇഷ്ടമല്ല രാഹുൽ ഈശ്വർ പറയാം. അതല്ലാതെ ഒരു പൊതുവായ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് അവരുടെ ഡ്രസ് കോഡ് ശരിയല്ല എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ഡ്രസ് കോഡ് ശരിയല്ല, അതുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ അങ്ങനെ പറയും എന്നാണ് അതിന്റെ വ്യംഗ്യം. രാഹുൽ, താങ്കൾ കാണിച്ചത് ഡിഫമേഷൻ ആണ്. ഹണി റോസ് താങ്കൾക്കെതിരെ കേസ് കൊടുത്താൽ താങ്കൾ കുരുങ്ങും രാഹുൽ.
ഹണി റോസ് എനിക്കെതിരെ കേസ് കൊടുത്തോണ്ട് അത് മറ്റൊരു വിഷയം. ഹണി റോസ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കും. ഒരു കലാകാരിയാണ്, ഇൻഫ്ലുവൻസർ ആണ്, സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടിയാണ്. ഹണി റോസ് ചെയ്യുന്നത് നമ്മുടെ യുവാക്കൾക്ക്, യുവതികൾക്ക്, നമ്മുടെ കുട്ടികൾക്ക് തെറ്റായ മാതൃക കൊടുക്കരുത്. നമുക്ക് എത്രയോ വലിയ പ്രഗത്ഭരായ നടിമാരുണ്ട്, മഞ്ജു വാര്യരുണ്ട്, കാവ്യ മാധവനുണ്ട്, ശോഭനയുണ്ട്, എത്രയോ പേരുണ്ട്. അവർ ഇനോഗ്രേഷൻ പോകുമ്പോൾ ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? അപ്പൊ ഈ ഇനോഗ്രേഷന് പോകുന്നതിന്റെ പിന്നിൽ ഒരു വിപണന സാധ്യതയുണ്ട്. നമ്മുടെ സമൂഹത്തിന്റെ ലൈംഗിക ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുക എന്ന് ഫറാഷ് ഷിബില പറഞ്ഞ നിലപാടും കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ഹാഷ്മിക്ക് കേൾക്കാൻ താല്പര്യം ഉണ്ടാവില്ല. എന്താ അറിയാമോ, ഈ ലിബറൽ വാദഗതി തകർന്നു വീഴും. ഫറാഷ് ഷിബില അടക്കമുള്ള കേരള സമൂഹത്തിന്റെ പരിച്ഛേദം ലിബറൽ വാദഗതിയെ പറ്റി പറയല്ലേ? രാഹുൽ ഈശ്വർ ലിബറൽ വാദഗതിയെ പറ്റി പറയല്ലേ? അങ്ങനെ സ്വാധീനിക്കപ്പെടുമെങ്കിൽ രാഹുൽ ഈശ്വർ പണ്ട് മലയാളി ഹൗസിൽ കാട്ടിക്കൂട്ടിയതൊക്കെ ഇവിടുത്തെ കുട്ടികളെ സ്വാധീനിക്കില്ലേ? ഞാൻ മലയാളി ഹൗസിൽ പോയി ഈ ലിബറലുകൾ കപട പുരോഗമനവാദികൾ എത്രയോ എന്നെ ആക്രമിച്ചതാണ്. അവിടെ ഞാൻ പറയുന്ന ഇതേ ചെറിയൊരു വീഡിയോ കാണിച്ചു രാഹുൽ, ഒറ്റ മിനിറ്റ്. ഞാൻ ചെറിയൊരു വീഡിയോ കാണിച്ചു, എല്ലാവരും പാലിക്കണം. ഇനി എന്നെ വിമർശിക്കണം. ഞാൻ ചെറിയൊരു വീഡിയോ കാണിച്ചു പ്ലേയോ, ചെറിയൊരു വീഡിയോ. രാഹുൽ അതിമനോഹരമായ നൃത്തമാണ്. അത് താങ്കളുടെ സ്വാതന്ത്ര്യത്തിൽ, താങ്കൾ പൊതുസമൂഹത്തിൽ മുന്നിൽ താങ്കൾ കളിച്ചു, താങ്കൾ നർത്തനമാടി, നല്ല കാര്യമാണ് രാഹുൽ ഈശ്വർ. എന്തുകൊണ്ട് അത് കണ്ട് നാളെ എല്ലാവരും ഇതുപോലെ മഴയത്ത് നൃത്തം ചെയ്യാൻ തുടങ്ങിയാലോ? അങ്ങനെ വിചാരിക്കാവോ രാഹുൽ? ഒരു യുക്തി വേണ്ടേ പറയുന്നത്? അല്ല, ഞാൻ എന്താണ് കാണിച്ചതെന്ന് കണ്ടില്ല. കാര്യം ക്യാമറ ഞാൻ സൂമിൽ അല്ലാത്തതുകൊണ്ട് ക്യാമറയിലായോണ്ട് അങ്ങ് എന്താ കാണിച്ചത്? എനിക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി. അല്ല ഞാൻ അവിടെയാണ് ഒരുപാട് വിമർശനങ്ങളിലേക്ക്, ഞാൻ മലയാളി ഹൗസിൽ പോയി വിജയിച്ച വ്യക്തിയാണ്. പക്ഷെ എനിക്ക് നേരെ ഒരുപാട് വിമർശനങ്ങളുണ്ടായി. ആ വിമർശനങ്ങളെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളുകയും ചെയ്തു. അതേ വിമർശനത്തെ ഉൾക്കൊള്ളാനുള്ള സ്പിരിറ്റ് ഹണി റോസ് കാണിക്കണം, അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ ആ വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്ന വ്യക്തിയാണ്. ആ വിമർശനത്തെ ഉൾക്കൊള്ളാനുള്ള സ്പിരിറ്റ് ഹണി റോസും കാണിക്കണം. ശരി, ഞാൻ